എക്സ്പ്രസ് വേഗത്തിൽ കുതിച്ചുപോയുന്നൊരു കാർ ഗട്ടറിൽ വീണാൽ എങ്ങനെയുണ്ടാകും? വെസ്റ്റ് ഹാമിന് മുന്നിൽപ്പെട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെയൊന്നായിരുന്നു. പോയ മത്സരങ്ങളിൽ കണ്ട ഹൈ എനർജിയും മാജിക്കുമൊന്നും യുണൈറ്റഡിനെ പുറത്തെടുക്കാനായില്ല. കളി തണുപ്പിച്ച് ഡിഫൻസീവായി കളിക്കുക എന്ന തന്ത്രത്തിലുറച്ചാണ് വെസ്റ്റ് ഹാം വന്നത്. മൈക്കൽ കാരിക്കിൻ്റെ വിസ്മയ കുതിപ്പിനും വിന്നിംഗ് സ്ട്രീക്കിനും ലണ്ടൻ അരീനയിൽ തിരശ്ശീല വീണുവെന്ന് കരുതപ്പെട്ടതാണ്. 3 പോയിന്റ് ഉറപ്പിച്ച് വെസ്റ്റ് ഹാമും തോൽവി എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് യുണൈറ്റഡ് ആരാധകരും മാച്ച് അവസാനിപ്പിക്കാൻ ഒരുങ്ങിയതുമാണ്. പക്ഷേ അന്നേരം അതുവരെ കോട്ട കെട്ടിക്കാത്ത വെസ്റ്റ് ഹാം മതിലിലേക്ക് എംബൂമോ ഒരു കോസ് തീർക്കുകയാണ്. അസാമാന്യമായൊരു ഫസ്റ്റ് ടച്ചിൽ ബെഞ്ചമിൻ ഷെസ്കോ അത് വലയിലേക്ക് തിരിച്ചുവിട്ടു. ഒരു മോശം ദിവസത്തിലും ഈ ടീമിൽ നിന്നും ഒരു മിറാക്കിൾ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന സന്ദേശമായിരുന്നു ആ ഗോൾ. ബെഞ്ചമിൻ ഷെസ്കോ ഇഞ്ചുറി ടൈമിൽ നൽകിയ മറ്റൊരു സന്തോഷം കൂടി. എങ്കിലും രോമാഞ്ചകൾ മാത്രം തന്ന 4 തുടർ മത്സരങ്ങൾക്ക് ശേഷമുള്ള ഈ സമനിലയിൽ യുണൈറ്റഡ് ആരാധകർ സാറ്റിസ്ഫൈഡ് അല്ല. ഒരു കംബാക്ക് സമനില പോലും മോശം റിസൾട്ടാണ് എന്ന തോന്നൽ ആരാധകർക്ക് നൽകാൻ സാധിച്ചതാണ് കാരിക്കിൻ്റെ ഏറ്റവും വലിയ വിജയം. ഫ്രാങ്ക് ലേറ്റിൻ്റെ ഹെയർ കട്ട് ചാലഞ്ച്. BBC മുതൽ കേരളത്തിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ ദിവസങ്ങളായി നിറഞ്ഞു നിന്നത് ഈ ഒരൊറ്റ കാര്യമായിരുന്നു. മത്സരശേഷവും അതങ്ങനെ തന്നെ. 2024 ഒക്ടോബർ 5 കൃത്യം പറഞ്ഞാൽ എറിക് ടെൻ ഹാഗിൻ്റെ കാലത്താണ് യുണൈറ്റഡ് തുടർച്ചയായി 5 മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രമേ മുടി വെട്ടുവെന്ന് ഫ്രാങ്ക് പ്രഖ്യാപിച്ചത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചതേയില്ല. ഫ്രാങ്കിൻ്റെ സോഷ്യൽ മീഡിയ പവറും പോപ്പുലാരിറ്റിയും കൂടെ മുടിയും കൂടിക്കൂടി വന്നു. ഒടുവിൽ മൈക്കൽ കാരിക്കിൻ്റെ വരവോടെ 4 തുടർ മത്സരങ്ങളിൽ യുണൈറ്റഡ് വിജയിച്ചതോടെ ഈ നാടകത്തിന് അന്ത്യമാകുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ഈ മുടിയുമായി ലൈംലൈറ്റിൽ തന്നെ നിൽക്കാനാണ് ഫ്രാങ്ക് ലേറ്റിൻ്റെ നിയോഗം. ടേബിൾ ടോപ്പേഴ്സിനെ അടിച്ചിട്ട് യുണൈറ്റഡിന് പക്ഷേ റെലഗേഷൻ സോണിലുള്ള വെസ്റ്റ് ഹാം ഒരു ഈസി ടാസ്ക് ആയിരുന്നില്ല. മഞ്ഞു വീണ ഇംഗ്ലീഷ് വിൻ്റർ പോലെ തണുത്ത മത്സരമായിരുന്നു ഇത്. ഈ സീസണിലെ ഏറ്റവും മോശം എക്സ്പെക്റ്റഡ് ഗോൾ ആവറേജ് ഉള്ള മത്സരമാണിത്. യുണൈറ്റഡിനെ ഡിഫൻസീവ് അപ്രോച്ചിലൂടെ ഫ്രസ്ട്രേഷനിലാക്കുക എന്നതായിരുന്നു ന്യൂനോ എസ്പിരിറ്റോ സാന്റോയുടെ തന്ത്രം. ഡീപ്പായി നിന്ന വെസ്റ്റ് ഹാം താരങ്ങൾക്ക് ചുറ്റുമായി യുണൈറ്റഡിനെ കളിക്കേണ്ടി വന്നു. യുണൈറ്റഡിൻ്റെ മാജിക് മൊമെൻറ്റുകൾക്കോ സർപ്രൈസ് നീക്കങ്ങൾക്കോ അധികം സാധിച്ചില്ല. കളിയിലുടനീളം പന്ത് കൈവശം വെക്കുന്നതിലും അറ്റാക്ക് നടത്തുന്നതിലും മുന്നിട്ട് നിന്നെങ്കിലും വെസ്റ്റ് ഹാം പ്രതിരോധം അവരെ വിലങ്ങിട്ട് നിർത്തി. ഏത് സമയവും എതിരാളികളെ മറികടക്കാൻ ശേഷിയുള്ള എംബൂമോയെയും മത്തവൂസ് കുഞ്ഞയെയും വെസ്റ്റ് ഹാം കൃത്യമായി മാർക്ക് ചെയ്തു. സ്പേസ് ഇല്ലാതായതോടെ ഇരുവരും വീർത്തു. ക്രിയേറ്റീവ് എഞ്ചിനായ ബ്രൂണോക്കും പൂട്ടിയിട്ടതോടെ യുണൈറ്റഡിനെ മൂർച്ചയില്ലാതെയായി മാറി. പ്രതിരോധത്തിനിടയിൽ കിട്ടുന്ന ചാൻസുകളിൽ അതിവേഗം കൗണ്ടർ അറ്റാക്ക് നടത്തുകയായിരുന്നു വെസ്റ്റ് ഹാമിൻ്റെ മറുതന്ത്രം. ജെറാഡ് ബോവൻ്റെ സ്പീഡ് അവർ അതിനായി ഉപയോഗപ്പെടുത്തി. 50-ാം മിനിറ്റിൽ തോമസ് തൗഷക് നേടിയ ഗോൾ യുണൈറ്റഡ് പ്രതിരോധത്തിൻ്റെ അബദ്ധമായിരുന്നു, പ്രത്യേകിച്ചും ലൂക്ക് ഷായുടെ. പൊസിഷൻ തെറ്റി നിന്ന ഷോ ബോവനെ മാർക്ക് ചെയ്യുന്നതിലും ഓട്ടം തടയുന്നതിലും പരാജയപ്പെട്ടു. കൂടെ ക്രോസിൻ്റെ സമയത്ത് ലിസാൻഡോ മാർട്ടിനസ് കൺഫ്യൂഷനിലായതും സൗഷക്കിൻ്റെ ഗോൾ എളുപ്പമാക്കി. 60-ാം മിനിറ്റിൽ വെസ്റ്റ് ഹാം പ്രതിരോധത്തിൻ്റെ പൂട്ട് സമർത്ഥമായി പൊട്ടിച്ച് കസമിറോ ഹെഡ് ചെയ്തെങ്കിലും ക്ലിയർ ഓഫ്സൈഡായി പിടിക്കപ്പെട്ടു. കുഞ്ഞ ലോക്കായതോടെ 69-ാം മിനിറ്റിൽ ബെഞ്ചമിൻ ഷെസ്കോയെ കാരിക് മൈതാനത്തേക്ക് വിളിച്ചു. ലോ ബ്ലോക്ക് പൊളിക്കാൻ ഏരിയൽ ബോളുകൾ ഫിനിഷ് ചെയ്യാൻ എബിലിറ്റിയുള്ള ഷെസ്കോയാണ് നല്ലതെന്ന കാരിക്കിൻ്റെ തോന്നലായിരുന്നത്. കൂടെ പരിക്കേറ്റ ഹാരി മൊഗേറിനു പകരം ലെനി യോറോയെയും എത്തിച്ചു. വെസ്റ്റ് ഹാമിൻ്റെ വേഗത തടയാൻ യോറോയുടെ സാന്നിധ്യം ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 65% പന്ത് കൈവശം വെച്ചിട്ടും ആകെ 9 ഷോട്ടുകളാണ് യുണൈറ്റഡ് അടിച്ചത്. ഈ സീസണിൽ 10-ലും കുറവ് ഷോട്ടുകൾ നവംബർ 10 നടന്ന ടോട്ടനത്തിനെതിരെയുള്ള മത്സരത്തിൽ മാത്രമാണ് യുണൈറ്റഡ് അടിച്ചിട്ടുള്ളത്. റെലഗേഷൻ സോണിൽ കിടക്കുന്ന വെസ്റ്റ് ഹാമിനും ഈ മത്സരം നിരാശ തന്നെയാണ് നൽകുന്നത്. പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നതിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും മുന്നിലാണവർ. വിന്നിംഗ് പൊസിഷനുകളിൽ നിന്നും 20 പോയിന്റുകളാണ് വെസ്റ്റ് ഹാം ഇതുവരെ ഡ്രോപ്പ് ചെയ്തത്. എന്തായാലും യുണൈറ്റഡിന് ഇനി നീണ്ട ഇടവേളയാണ്. യൂറോപ്പിലും FA കപ്പിലും EFL ഒന്നും കളിക്കാനില്ല. ഫെബ്രുവരി 24 എവർട്ടനെതിരെയാണ് അടുത്ത മത്സരം. പിന്നാലെ മാർച്ച് 1 ക്രിസ്റ്റൽ പാലസ്, 5 ന്യൂകാസിൽ, 15 ആസ്റ്റൺ വില്ല എന്നിങ്ങനെ അത് നീണ്ടുപോകുന്നു. വെസ്റ്റ് ഹാമിന് മുന്നിൽ കുടുങ്ങിയെങ്കിലും അപ്പുറത്ത് ചെൽസിയും സമനിലയിൽ കുടുങ്ങിയതിനാൽ തന്നെ 4-ാം സ്ഥാനത്തിന് ഇളക്കം തട്ടില്ല എന്ന ആശ്വാസം ബാക്കിയായുണ്ട്.